അല്ലേ? ഈ ലീഗ്, ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിം ലീഗ് ഈ സമുദായത്തിന്റെ പൊതുവായൊരു പ്ലാറ്റ്ഫോമാണ്. ലീഗ് മുസ്ലിം ഉമ്മത്തിന് നേടിത്തന്ന അന്തസ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ പൊതു പ്ലാറ്റ്ഫോമിൽ അവിടെ എന്താ ചർച്ച? അവിടെ സുന്നി മുജാഹിദുമാണോ ചർച്ച? അവിടെ സുന്നി മുജാഹിദ് തബ്ലീഗ് അതേപോലെയുള്ള മുസ്ലിം സമുദായത്തിനകത്തുള്ള സംഘടനകൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണോ ലീഗിന്റെ അകത്തുള്ള ചർച്ച? ഈ കാക്ക എവിടുന്നാ വരുന്നത്? ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അതിനൊരുപാട് നന്മകളുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ പോലെയും കുറവുകളും ഉണ്ടാകാം. പക്ഷെ അവിടെ ലീഗ് ലക്ഷ്യമിടുന്നത് എന്താണ്? സമുദായത്തിന്റെ ഉന്നമനമാണ്, ഭൗതികമായ ഉന്നമനമാണ്. മുസ്ലിം സമുദായത്തിന്റെ മാത്രമല്ല, പിന്നോക്ക സമുദായങ്ങളുടെ, മുസ്ലിം ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെ ഭൗതികമായ ഉന്നമനമാണ് അത് ലക്ഷ്യമിടുന്നത്. അത് സമുദായത്തിന് പലതും നേടിത്തന്നിട്ടുമുണ്ട്. ആർക്കും അത് നിഷേധിക്കാൻ പറ്റില്ല. CH-ലൂടെ ലീഗിന്റെ സമുന്നതരായ നേതാക്കളിലൂടെ ശരീഅത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയും ഈ ഉമ്മത്തിന്റെ പൊതുവായ ഉന്നമനത്തിന് വേണ്ടിയും ഒരുപാട് നേടിത്തന്നിട്ടുണ്ട്. സമസ്തക്കും കിട്ടിയിട്ടുണ്ട്, മുജാഹിദിനും കിട്ടിയിട്ടുണ്ട്, ലീഗിനെ എതിർക്കുന്ന മുസ്ലിം സംഘടനകൾക്കും അതിന്റെ നേട്ടം കിട്ടിയിട്ടുണ്ട്. ആരില്ല എന്ന് പറഞ്ഞാലും നിഷേധിച്ചു തള്ളിയാലും അതിനെ, ആ സത്യത്തെ തമസ്കരിക്കാൻ സാധ്യമല്ല. എന്നാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, കേരളത്തിലേതിനേക്കാൾ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങൾ, UP-യും ബീഹാറും അതേപോലെ കശ്മീരും ഒക്കെ നിങ്ങൾ എടുത്തു പരിശോധിച്ചു നോക്കൂ. അവിടെയുള്ള മുസ്ലിമീങ്ങൾ എവിടെയും എത്താതെ ഛിന്ന ഭിന്നമായി പോയതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയോ? അവിടെ മുസ്ലിമീങ്ങൾക്ക് ഒരൈക്യം നൽകാൻ, അവരെ ഒന്നിപ്പിക്കാൻ അവർക്കൊരു പൊതു നേതൃത്വമില്ലാതെ പോയി എന്നതാണ്. എന്നാൽ കേരളത്തിൽ അങ്ങനെയല്ല. ഇവിടെ വിവിധ മതസംഘടനകൾ വ്യത്യസ്തങ്ങളായ അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുമ്പോഴും പൊതുവായ ഒരു പ്ലാറ്റ്ഫോമിൽ അവരെ ഒരുമിപ്പിച്ച് അവരുടെ പൊതുവായ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇവിടെ നേതാക്കന്മാരും അതേപോലെ തന്നെ സമാദരണീയരായ നേതൃത്വം ഇവിടെയുണ്ട്. അവരിടപെടുന്നത് കൊണ്ട് തന്നെയാണ്. വീഴ്ചകൾ ഉണ്ടാകാം, ഞാൻ അതിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്.